ഹലോ ഗൈസ്, നിങ്ങളിപ്പോൾ ആലപ്പുഴ പോകുമ്പോൾ ഈ ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്ത് മടുത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്ഥലം ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു സ്ഥലത്തിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ബോട്ടിൽ പോകണം. കാരണം ഇതൊരു ദ്വീപാണ്. ഇത് ഹൗസ് ബോട്ട് ഉണ്ട്, മറ്റ് ബോട്ട് സർവീസസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങൾ ചൂസ് ചെയ്തത് ഒരു സ്പീഡ് ബോട്ടായിരുന്നു. 600 രൂപ മാത്രമേ ഒരു ചേട്ടൻ ഞങ്ങളുടെ നിന്ന് മേടിച്ചുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനായിട്ട്. സ്പീഡ് ബോട്ടിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അപാരം തന്നെയായിരുന്നു. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ ചെല്ലുമ്പോൾ 20 രൂപ ഒരു എൻട്രി ഫീസ് കാണാനായിട്ട് സാധിക്കും ഈ ഒരു ദ്വീപിലോട്ട്. ഈ ഒരു ദ്വീപിൻ്റെ പേരെന്ന് പറയുന്നത് പാതിരാമടൽ എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ദ്വീപിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് പച്ചപ്പും കാര്യങ്ങളാണ് കാണുന്നുണ്ടായിരിക്കുക. ഞങ്ങളൊരു വേനൽക്കാല ടൈമിലാണ് പോയതെങ്കിൽ അതുകൊണ്ട് കാര്യമായിട്ടധികം വെള്ളം കാര്യങ്ങളൊന്നും കായലിൽ അധികം ഉണ്ടായിരുന്നില്ല. മഴക്കാലത്തൊക്കെ അവിടെ വെള്ളം കയറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ പച്ചപ്പും കാര്യങ്ങളും ഹരിതാപൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സ്ഥലം തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കണം. നല്ലൊരു വൈബാണ്. ഞങ്ങൾ വേനൽക്കാലത്ത് പോയിട്ട് പോലും ഈ ഒരു ദ്വീപിൻ്റെ അകത്ത് എത്തിയപ്പോൾ ഇത്രയധികം മരങ്ങൾ കാര്യങ്ങൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു കൂളിംഗ് എഫക്റ്റ് ആയിരുന്നു. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പച്ചപ്പും കാര്യങ്ങളും കണ്ടു നിന്നപ്പോൾ എൻ്റെ കൂടുതൽ സുഹൃത്ത് എന്തോ കാര്യമായിട്ട് അവിടെ നോക്കുന്നുണ്ട്. എന്താണെന്നുള്ളത് ഞാൻ പോയിട്ട് നോക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ വേറൊന്നല്ല, നമ്മൾ വന്ന ആ ഒരു കായലും നമ്മൾ വന്ന സ്ഥലം ഇവിടുന്ന് കാണാനായിട്ട് പറ്റും. അതൊരു രസമായിരുന്നു ഇവിടുന്ന് കാണാനായിട്ട്. അത് ജസ്റ്റ് നോക്കി നിന്നു എന്ന് മാത്രം. പിന്നെ അവിടെ ഒരു ഊഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഊഞ്ഞാൽ കയറാനുള്ള ശ്രമമായിരുന്നു അടുത്തത് നമ്മുടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു ഊഞ്ഞാലിൽ ഞാൻ അങ്ങനെ കയറിയിരുന്നപ്പോൾ മുകളിലോട്ട് നോക്കിയപ്പോൾ ഭയങ്കര ഒരു എന്തൊന്നില്ലാത്തൊരു ഭംഗി ഉണ്ടായിരുന്നു. അവിടെ അടുത്തുള്ള ചെറിയൊരു കടയിൽ നിന്ന് ചെറിയ പാട്ടുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് നേരം ഞാനങ്ങനെ ഊഞ്ഞാലാടി. കുറേ നാളായി ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആടിയിട്ട്. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ നടന്നപ്പോൾ അവിടെ അറ്റത്തൊരു ചെറിയൊരു അമ്പലവും ഒരു പാർക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ നടക്കാനുള്ള വഴിയിലെ സൈഡ് ഭാഗത്തൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ചെറിയൊരു ചാലൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ പഴയ അനക്കോണ്ട സിനിമയും ജുറാസിക് പാർക്കൊക്കെയാണ് ഓർമ്മ വന്നത്. അങ്ങനെ ഞങ്ങൾ അങ്ങനെ പതുക്കെ നടന്ന് അവിടുത്തെ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ കണ്ടു. അതുപോലെ തന്നെ ഒരു പാർക്കുണ്ടായിരുന്നു. പാർക്കിൻ്റെ ഫോട്ടോസ് നമ്മൾ അധികം എടുത്തിട്ടില്ല. അതിനിടയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് അവൻ എന്തോ മറന്നു വെച്ച പോലെ ഇങ്ങനെ കാട്ടിലോട്ട് പോവുകയാണ്. ഞാൻ കുറേ വിളിച്ചിട്ടൊന്നും അവൻ കേൾക്കുന്നില്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ കാടെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പേടിയുള്ള കാര്യമാണ്. പിന്നെ ഞങ്ങൾ അവിടെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. പിന്നെ ഒരു ഏറുമാടം പോലത്തെ സെറ്റപ്പൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തിരിച്ചു വന്നപ്പോൾ ഒരു സംഭാരവും കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് അതിനുശേഷം വീണ്ടും ഞങ്ങൾ തിരിച്ച് ഈ ബോട്ടിൽ തന്നെ യാത്ര ചെയ്യും. ഇപ്രാവശ്യം ഞാനാണ് ഫ്രണ്ടിൽ ഇരുന്നത്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഒരു പാതിരാമണലിലോട്ട് വന്നതിൻ്റെ മോസ്റ്റ് സൂപ്പറായിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോട്ട് യാത്ര തന്നെയായിരുന്നു. ഈ സ്പീഡ് ബോട്ടിൽ പോകേണ്ട എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ തന്നെയായിരുന്നു. അപ്പോൾ സ്ഥിരമായിട്ട് ഹൗസ് ബോട്ട് യാത്ര ആലപ്പുഴ പോയി മടുത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പാതിരാമണൽ എന്ന് പറഞ്ഞ സ്ഥലം പോയിട്ട് ചെക്കൗട്ട് ചെയ്യുക. ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ബൈ.